ഹായ് ഗൈസ്, ഇത് നമ്മളുടെ ഹോസ്റ്റലിലെ നമ്മളെ കമ്പനിയിലെ ഓണമാണ്. ഗൈസ് സേ ഹായ്. ഇടതുവശം കാണിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എപ്പം മാറി നിൽക്കാൻ തുടങ്ങിയോ, അതായത് ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്ത് തുടങ്ങിയോ, അന്ന് മുതലാണ് ഞാൻ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്ത് തുടങ്ങിയത്. ബട്ട് when I started staying a long distance from my home, then only I started to get the best female friendships. അപ്പം ഞാൻ വളർന്നു വരുന്ന സമയത്ത് when I growing up, I really believed that I was not a female friendship type. Until college, I didn't really enjoy being with my female friends. It's very harsh to say, but the company with them was so boring for me, and same day everyday mode. They were less adventurous and feared to do anything, and going from home to college and college to home or school is their only thing happening in their daily life. So only after staying when I started staying at hostel, then only I started enjoying female friendship. So I started working on 2018. Till now, I could only get the ladies as company is the bestest. Until meeting them, I never knew that for every girl, female friendships are a must one in their long life. This is a gratitude and thanks notes to all my female friends for being the best company and best human as possible. എൻ്റെ ലൈഫിൽ ഞാൻ വീട്ടിൽ നിന്ന് നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം, അതായത് ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കുറേ ഫീമെയിൽസിനെ ഞാൻ പരിചയപ്പെട്ടു, കുറേ ലേഡീസിനെ ഞാൻ പരിചയപ്പെട്ടു. ആൻഡ് എനിക്ക് ഏറ്റവും നല്ല കമ്പനീസ്, ഒരാൾ പോലും മോശം എന്ന് അല്ലെങ്കിൽ അയ്യോ ആളെ പരിചയപ്പെട്ടത് ഭയങ്കര ദുരന്തമായിപ്പോയി അങ്ങനെ പറയാൻ എനിക്കില്ല, അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിപ്പോയി എന്ന് എനിക്ക് പറയാൻ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് അതിലൊരു ലക്കി ഫാക്ടർ എന്ന് പറയാൻ. ഞാൻ എപ്പം ഹോസ്റ്റലിലൊക്കെ നിൽക്കാൻ സ്റ്റാർട്ട് ചെയ്തു അന്ന് മുതൽ എനിക്ക് കിട്ടിയതൊക്കെ നല്ല നല്ല ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സാണ്. അതിലങ്ങനെ പ്രായഭേദമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഏജ്ഡായ ചേച്ചിമാർ തൊട്ടിട്ട് എന്നെക്കാളും വളരെ ഏജ് കുറഞ്ഞ ആൾക്കാരടക്കം അതിലുണ്ട് കേട്ടോ. അതിൽ ഇന്ന കാറ്റഗറി ഓഫ് ഫീമെയിൽസ് അങ്ങനെയൊന്നുമില്ല. വലിയ ഏജ് മുതൽ എല്ലാവരും ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എനിക്ക് ഇത്രയും നാളത്തെ അവരുടെ കമ്പനിയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഗേൾസിനും ഫീമെയിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു മസ്റ്റാണ്. പക്ഷെ അതിന് മുന്നേ വരെ ഞാൻ പറഞ്ഞ പോലെ അൺടിൽ കോളേജ് വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഫീമെയിൽസ് നല്ല ഫ്രണ്ട്സായിട്ട് കിട്ടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് കുറച്ച് കഴിഞ്ഞാൽ ഇവർ കല്യാണം കഴിച്ച് പോകും, അപ്പോൾ കമ്പനിയൊന്നും ഉണ്ട്. പക്ഷെ അതൊക്കെ ചേഞ്ച് ആയിട്ടോ. അങ്ങനെയൊന്നും അല്ല. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, നമ്മുടെ അമ്മമാരുടെ ജനറേഷൻ വരെയൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഈവൻ ദോ നല്ല ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ കൂടി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇപ്പം എല്ലാവരും എന്താ പറയുക, പണ്ടത്തെ പോലെ ഈഗോയിസ്റ്റിക് അല്ലെങ്കിൽ അഹങ്കാരം, അവർക്ക് എന്നെക്കാളും കൂടുതൽ കിട്ടും, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇപ്പം എല്ലാവരും എംപവർ ചെയ്യാണ് ഈച്ച് അതർ. എല്ലാവരും ഭയങ്കര ഹാപ്പി. ഒരാൾക്ക് നല്ല കാര്യം നടക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരും ജെന്യുവൻ ആയിട്ട് അതിൽ ഹാപ്പി ആവുകയാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും മോശം കാര്യം അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ട്രബിൾ വരികയാണെങ്കിൽ നമുക്കും അതേപോലെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു സിസ്റ്ററിന് വരുന്ന പോലെ നമുക്ക് ഫീലാവും. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. എനിക്ക് അതിൽ ഫീൽ ചെയ്തൊരു കാര്യം, എൻ്റെ ഉണ്ടായിരുന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് അതാണ്. എനിക്ക് ആക്ച്വലി എൻ്റെ ഫീമെയിൽ ഫ്രണ്ട്സിനൊക്കെ എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്.
ആൻഡ് ഐ റിയലി കെയർ ഫോർ ദം. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇത് വരുന്ന സമയത്ത് എന്നെയും കൂടി അത് ഞാനും അതിൽ കൺസേൺ ആവുന്നതെന്നുള്ളതാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ബിൽഡ് ചെയ്തെടുത്തതോ ഒന്നുമല്ല, എനിക്ക് ഇവഞ്ച്വലി അത് വന്നതാണ്. ആൻഡ് ഞാനങ്ങനെ റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് വെക്കുന്നതിലോ അത്ര നല്ല ആളൊന്നുമല്ല. ഞാൻ കോണ്ടാക്റ്റ് മീൻസ് നമ്മൾ നേരിട്ട് കാണാനുള്ള അവസരം കുറയുമ്പോൾ കോണ്ടാക്റ്റ് കുറയുന്നൊരു ടൈപ്പ് ഓഫ് വ്യക്തിയാണ്. പക്ഷെ അതൊക്കെ ചേഞ്ച് ആയത് നമ്മളെ ഈ ഫീമെയിൽ ഫ്രണ്ട്സ്, അതായത് നമ്മൾ ഫ്രണ്ട്സിനെ കീപ്പ് ചെയ്യണം എന്നൊക്കെ മനസ്സിലായത് എനിക്ക് ഈ ഫീമെയിൽസ് ഫ്രണ്ട്ഷിപ്സ് വഴിയാണ് കേട്ടോ. ഇറ്റ്സ് എ മസ്റ്റ്. അപ്പോൾ എനിക്ക് ഇത് കാണുന്ന ആൾക്കാരോടുള്ളൊരു ഫീമെയിൽസ് ഓർ ലേഡീസ് ഗേൾസിനോടൊക്കെ ഉള്ളൊരു ഉപദേശം എന്താ വെച്ചാൽ, നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മളെപ്പോഴും കൂടെ ഉണ്ടാവത്തില്ല. ലൈഫിൻ്റെ ഓരോ സിറ്റുവേഷനിൽ നമുക്ക് എന്തായാലും പിരിയേണ്ടി വരും. പക്ഷേ മസ്റ്റായിട്ട് നമ്മൾ അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. കോണ്ടാക്റ്റ് ഇൻ ദ സെൻസ്, ചിലർക്ക് നമ്മൾ ഫോൺ വിളിച്ച് അല്ലെങ്കിൽ എപ്പോഴും ടെക്സ്റ്റ് ചെയ്ത് കോണ്ടാക്റ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവരുമായിട്ട് എപ്പോഴും നമ്മളുടെ റിലേഷൻഷിപ്പ് നല്ലതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ അതിനെ റൂയിൻ ചെയ്യാൻ നിൽക്കരുത്. നമ്മളുണ്ടാക്കിയ നല്ല മൊമെൻറ്റ്സ്, നല്ല മെമ്മറീസ്, ആ ഒരു സാധനങ്ങൾ അപ്പാടെ മറന്നിട്ട് ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ്, ചെറുതായിരിക്കാം അല്ലെങ്കിൽ വലിയതെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ചെറിയ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുടെ പേരിലൊന്നും നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിനെ നശിപ്പിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ ഇതാക്കാൻ പാടില്ല. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് സംസാരിക്കുക, മെച്യൂറായിട്ട് അത് സംസാരിക്കുക, അല്ലെങ്കിൽ ആളോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം.